എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ LDC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നേറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. 1. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. 2. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. 3. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. 4. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം തെറ്റായ പ്രസ്താവനയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഞാനാണ് രാഷ്ട്രം, ലൂയി 11-ാമൻ. 2. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15-ാമൻ. 3. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിലെന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി അന്റോയിനേറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ശരി. ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒഡീഷ. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക, തൃശൂർ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ അസമത്വം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? 1. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ. 2. കുറഞ്ഞ വേതന നിരക്ക്. 3. ദാരിദ്ര്യം. 4. തൊഴിലില്ലായ്മ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? 1. സ്ത്രീകൾക്കും കുട്ടികൾക്കും. 2. വ്യവസായശാലകളിലെ തൊഴിലാളികൾ. 3. ഭിന്നശേഷിക്കാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 1. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു.
2 ഭാഗം 3A-യിൽ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 3 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 2. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2 നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാർ ആയിരുന്നു. 3 അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? 1 നിർദ്ദേശക തത്വങ്ങൾ, 2 മൗലിക അവകാശങ്ങൾ, 3 നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? 1 അർദ്ധ ഫെഡറൽ സമ്പ്രദായം, 2 കേവല ഭൂരിപക്ഷ സമ്പ്രദായം, 3 നിയമ നിർമ്മാണ പ്രക്രിയ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 and 3. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 1 സഞ്ചാര സ്വാതന്ത്ര്യം, 2 വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1 കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. 2 സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 3 ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 3. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. 3 അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ അബവ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? 1 ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2 ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. 3 പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3 ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. 2 ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 3 രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദ അബവ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1 മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. 2 മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. 3 മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തം ഉണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1 കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 2 ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. 3 സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 3. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓസ്റ്റിയോപൊറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്?
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രാൻസ് കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ ക്രിസ്പർ കാസ്9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകൾ ആണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. 2. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. 3. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. 1. ശുദ്ധജലം, 2. വായു, 3. സമുദ്രജലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 2, 1, 3. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1%. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ്? 1. NSM, 2. NLCIL, 3. NISE. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആണ് സ്പോഞ്ചി അയേൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാംഗ്ലൂർ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രഗ്യാൻ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഡാഷ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫിഷിംഗ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു ഡാഷ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാൽവെയർ.
യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10-ാം വകുപ്പ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മജിസ്ട്രേറ്റ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു: എ. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന. ബി. രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. സി. മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 19 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. അടുത്ത ചോദ്യം: ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രേഖ ശർമ്മ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മേഞ്ചർ പോളിസി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. Spot the error. Although he left home early, but he reached school late. No error. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം: ഫെസിമൈൽ മീൻസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സാക്ട് കോപ്പി. നവീൻ സെഡ്, നീഡ് ഐ ഗോ അറ്റ് വൺസ്? ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നവീൻ ആസ്ക്ഡ് ഇഫ് he had to go just then. None of the workmen arrived. ഡാഷ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിഡ് ദേ. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റാറ്റ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ. ദ. ഹി ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓഫ്. They have contacted everyone concerned. Change the voice. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, everyone concerned has been contacted. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം വരുന്നത് ബി, ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, ഭഗവത്ഗീത. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിൺ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങളേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാലേയം.